ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഫെഷൻ ടൈം. എനിക്ക് സിക്കാണ് ഗൈസ്. സൈനസൈറ്റിസും ഐ പ്രോബ്ലവും ഉണ്ട്. ഓവറോൾ പറഞ്ഞാൽ ഒരു സുഖവും ഇല്ല. ബട്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ലിപ്സ്റ്റിക് ഇല്ലാതെ പുറത്തു പോകാറില്ല. ലിപ്സ്റ്റിക് ഈസ് മൈ സൂപ്പർ പവർ. ദേ ഈ കാണുന്ന ഒക്ടേവിൻ ഇല്ലാതെ ലൈഫില്ല എന്നുള്ള അവസ്ഥയായി ഇപ്പോൾ എനിക്ക്. തണുപ്പ് തുടങ്ങിയ അന്നേരം സൈനസൈറ്റിസ് വരും. അത് യു കെയിൽ വന്നതിന് ശേഷം കിട്ടിയതാണ് കേട്ടോ. നല്ലതായിട്ട് നമ്മുടെ നോസൊക്കെ ബ്ലോക്ക് ആവുകയും അതുപോലെ നല്ല പെയിൻ വരികയും നല്ല ക്ഷീണം വരികയൊക്കെ ചെയ്യും. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് സ്പോർട്സ് ഡയറക്റ്റിലേക്കാണ് കേട്ടോ. നമ്മുടെ ഇച്ചുകൂട്ടന് ഒരു ജാക്കറ്റ് വാങ്ങണം, സ്കൂളിൽ പോകാനായിട്ട്. തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. നേരത്തെ ഞങ്ങളൊരു ജാക്കറ്റ് അവിടെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ എടുക്കാനുള്ള പ്ലാനാണ്. ഭാഗ്യത്തിന് അത് ആരും കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവനെ ആ ജാക്കറ്റൊക്കെ ഇട്ട് നോക്കി. അപ്പോഴേക്കും അവൻ പറയുകയാണ് കേട്ടോ അത് വലുതാണെന്ന്. പെട്ടെന്ന് തന്നെ ഇവൻ പൊക്കം വെക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് വലുതെടുത്തത്. സ്പോർട്സ് ഡയറക്റ്റിൽ അവന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവൻ കണ്ടുവച്ചിട്ടാണ് കേട്ടോ പോരുന്നത്. അതിലൊന്നായിരുന്നു സ്കേറ്റിംഗ് ബോർഡ്. അതേ 2-3 തവണ വീഴാനൊക്കെ തുടങ്ങി. അപ്പോൾ അവൻ്റെ ആഗ്രഹമല്ലേ, എന്തായാലും അവൻ്റെ അത് കളിക്കട്ടെ എന്ന് ഓർത്ത് കുറച്ച് നേരം അവിടെ കൊടുത്തു. എങ്കിലും പിന്നെയും പിന്നെയും വീഴുകയാണ് കേട്ടോ. അതിനുശേഷം കുറച്ചൊക്കെ പഠിച്ചു. പക്ഷെ ഞങ്ങളത് വാങ്ങിയില്ല, കാരണം അവനത് സ്യൂട്ടബിൾ അല്ല എന്ന് അവന് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ചെരുപ്പും കാര്യങ്ങളും എല്ലാം എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് KFC-ലോട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മളതേ ചിക്കൻ വിങ്സും ഒരു പെപ്സിയും അതുപോലെ തന്നെ ഒരു ഷേക്കുമാണ് വാങ്ങിച്ചത്. തണുപ്പ് സത്യം പറഞ്ഞാൽ കുടിക്കാൻ പാടില്ലാത്തതാണ് കേട്ടോ. പക്ഷേ അന്നേരം അതങ്ങ് കുടിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ടേസ്റ്റ് ഒന്നും കിട്ടണില്ല. അതിനുശേഷം നമ്മുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നേരെ അങ്ങോട്ടാണ് കേട്ടോ വെച്ച് പിടിച്ചത്. നല്ല അടിപൊളി ചക്ക വറുത്തതും അതുപോലെ തന്നെ അച്ചാറുകളും നമ്മുടെ ഇന്ത്യൻ സ്നാക്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ചക്കക്കുരു, ഉണക്കമീൻ, അതൊക്കെ നമുക്കിവിടെ കിട്ടാത്ത സാധനങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹാപ്പിയായി ഞങ്ങൾ അവിടെ പോയി കഴിക്കാനുള്ളതെല്ലാം കഴിച്ചു. ലഡു, ജിലേബി, അച്ചപ്പം, ചിപ്സ്, പിന്നെ കുറച്ച് പൊടികൾ, മീറ്റ് മസാല, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.